അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന 8 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. നമ്മളെല്ലാവരും ഖബറിലേക്ക് പോകേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഖബറിൽ എത്തപ്പെടേണ്ടവരാണ്. ആ സമയത്ത് ഖബറിൽ ഉണ്ടായേക്കാവുന്ന ശിക്ഷകൾ എന്തൊക്കെയായിരിക്കും, അവിടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയായിരിക്കും, അവിടുത്തെ ജീവിതം എന്തായിരിക്കുമെന്നൊന്നും നമുക്ക് വ്യക്തമായ ധാരണയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ പഠിപ്പിച്ചു തന്നത് അതാണ് നമുക്കറിവുള്ളത്. ഒരു മനുഷ്യനും കുറേ കാലം ഖബറിൽ കിടന്ന് തിരിച്ചു വന്നിട്ട് ഖബറിലെ ചൂട് ഇത്രയായിരിക്കും, ഖബറിലെ ഇരുട്ട് ഇത്ര ഭീകരമായിരിക്കും, അവിടുത്തെ സ്വർഗം ഇങ്ങനെയായിരിക്കും, അവിടുത്തെ സുഖങ്ങൾ ഇങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കാരും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് നിഗൂഢതകളും രഹസ്യങ്ങളും നിറഞ്ഞ ഒരു ജീവിതമാണ് ബർസഖിയായ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷമുള്ള റാഹത്തുള്ള ഖബർ ജീവിതം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ ഖബറിലാണ്. അവരുടെയൊക്കെ ഖബർ ജീവിതം, ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. നമുക്കറിയാം, ഖബറിൽ ചില ചോദ്യങ്ങൾ അല്ലാഹുവിൻ്റെ മലക്കുകൾ വന്ന് ചോദിക്കും. ഈ ചോദ്യങ്ങൾക്ക് മുഅ്മിനീങ്ങളായ മനുഷ്യർ വ്യക്തമായ മറുപടി പറയുകയും അവരുടെ ബർസഖിയായ ജീവിതം വിജയത്തിലാവുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് 8 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. അസ്ഇലത്തുൽ ഖബരി വ അജ്വിബതുഹാ, ഖബറിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് നല്ല മനുഷ്യരാണെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ നല്ല പ്രസന്നമായ മുഖത്തോടുകൂടെ അവനെ സമീപിക്കുകയും അവനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ശാന്തമായി അവൻ ഉത്തരം പറയുകയും അവസാനം നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള മണിയറയിൽ ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കോളൂ എന്നവനോട് പറയുകയും ഖിയാമത്ത് നാൾ വരെ സ്വർഗതുല്യമായ ആ ഖബറിൻ്റെ ഇരുളടഞ്ഞ വീട്ടിൽ അവൻ ജീവിക്കുമെന്ന് പരിശുദ്ധ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, മൻ റബ്ബുക, അള്ളാഹുവിനെ കുറിച്ചാണ് ചോദ്യം. ഈ ലോകത്ത് ധാരാളം ദൈവങ്ങളെ ആരാധിക്കുന്ന മനുഷ്യരുണ്ട്, അനേകം മതങ്ങളുണ്ട്. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യനോട് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇങ്ങനെ ചോദിക്കുകയാണ്, മൻ റബ്ബുക, നിൻ്റെ രക്ഷിതാവാരാണ്? നിനക്ക് സംരക്ഷണം നൽകിയ, നിനക്ക് ഭക്ഷണങ്ങളും ദുനിയാവിലെ ജീവിതത്തിൻ്റെ സകല സുഖങ്ങളും നൽകിയ, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രക്ഷിതാവ് ആരാണ്? ആ സമയത്ത് ഒന്നും അറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത, മനസ്സിലാക്കാത്ത ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ, അവർ പറയും ലാ അദ്രി, എനിക്കറിയില്ല. വളരെ വേദനകരമായിട്ടുള്ളൊരു മറുപടിയാണ് അവർ പറയുക. എന്നാൽ വിശ്വാസിയായ ഒരു മനുഷ്യൻ പറയും റബ്ബി അല്ലാ, എൻ്റെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന വ്യക്തമായ മറുപടി അയാൾ പറയും. അല്ലേ? ഒരു മുഅ്മിനായ മനുഷ്യൻ പറയും റബ്ബി അല്ലാ, അള്ളാഹുവാണ് എൻ്റെ രക്ഷിതാവ്. ആ സമയം തന്നെ മലക്കുകൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കും, മാ ദീനുക്, ഏതാണ് നിൻ്റെ മതം? ഈ ദുനിയാവിൽ ഒരുപാട് മതങ്ങളുണ്ട്. ഈ മതങ്ങളിൽ, നൂറുകണക്കിന് മതങ്ങളിൽ ഏത് മതമാണ് നിൻ്റെ വിശ്വാസം? ഏത് മതത്തിലാണ് നീ നിൻ്റെ ജീവിതം ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ ജീവിച്ചു തീർത്തത്? ഈ സമയത്ത് പല ആളുകളും പല മതങ്ങളുടെ പേരും പറയുമെങ്കിലും, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ആളുകൾ എനിക്കൊന്നും അറിയില്ല എന്ന് വിലപിക്കുകയും ചെയ്യും. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ പറയും ദീനിയൽ ഇസ്ലാം, എൻ്റെ ദീന്, എൻ്റെ മതം അത് ഇസ്ലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലൂടെ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനിലൂടെ മാർഗനിർദ്ദേശം നൽകിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. അദ്ദേഹം പറയും ദീനിയൽ ഇസ്ലാം, എൻ്റെ മതം അത് ഇസ്ലാമാണ് എന്ന്. പിന്നീട് മൂന്നാമതായി അള്ളാഹുവിൻ്റെ മലക്കുകൾ ചോദ്യം ചോദിക്കുകയാണ്, മൻ നബിയുക, എന്നാൽ ആരാണ് നിൻ്റെ പ്രവാചകൻ? ഒരുപാട് പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. 1,00,000-ലധികം അമ്പിയാക്കൾ ഈ ദുനിയാവിൽ വന്നിട്ടുണ്ട്. ഇതിലേത് പ്രവാചകൻ്റെ പിൻഗാമിയാണ് നീ? ഏത് പ്രവാചകൻ കൊണ്ടുവന്ന മതമാണ്, അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളാണ്, നിയമങ്ങളാണ് നീ അംഗീകരിക്കുന്നത്? ഒരു മുഅ്മിനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പകർത്തിയ, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരു ഖുർആനിൻ്റെ വക്താവായ ഒരു മനുഷ്യൻ പറയും നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പ്രവാചകൻ, എൻ്റെ നബി അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ ജീവിതമാണ്, അവിടുന്ന് എങ്ങനെയാണോ ഭക്ഷണം കഴിച്ചത്, എങ്ങനെയാണോ നടന്നത്, എങ്ങനെയാണോ ഇരുന്നത്, എങ്ങനെയാണോ നിസ്കരിച്ചത്, എങ്ങനെയാണോ നോമ്പനുഷ്ഠിച്ചത്, അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത് എന്നാ മനുഷ്യൻ മറുപടി പറയും. അപ്പോൾ നാലാമത്തതായിട്ടുള്ള അടുത്ത ചോദ്യമാണ് മാ കിതാബുക്, അങ്ങനെയാണോ എങ്കിൽ നിൻ്റെ കിതാബ് ഏതാണ്? കോടാനുകോടി പുസ്തകങ്ങൾ ഭൂമിയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്.
അതിൽ മതഗ്രന്ഥങ്ങളുണ്ട്, മതഗ്രന്ഥങ്ങളല്ലാത്ത സാഹിത്യങ്ങളുണ്ട്, മറ്റു വിദ്യാഭ്യാസപരമായിട്ടുള്ള പുസ്തകങ്ങളും കഥകളും നോവലുകളും ഒക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഏതിനെയാണ് നീ അംഗീകരിക്കുന്നത്? അല്ലേ? ഏതാണ്? ഖുർആനാണോ, സബൂറാണോ, ഇഞ്ചീലാണോ? ഇങ്ങനെ ഏതാണോ നീ ചോദിക്കുന്ന സമയത്ത് അവൻ പറയും കിതാബിയൽ ഖുർആൻ, എൻ്റെ കിതാബ്, ഞാൻ ജീവിച്ചത്, ഞാൻ നിസ്കരിച്ചത്, ഞാൻ നോമ്പനുഷ്ഠിച്ചത്, എൻ്റെ ജീവിതത്തിൻ്റെ മാർഗനിർദ്ദേശി അത് പരിശുദ്ധ ഖുർആനാണ് എന്നയാൾ മറുപടി പറയും. അപ്പോൾ മലക്കൾ വീണ്ടും ചോദിക്കുകയാണ്, എങ്കിൽ മാ ഖിബ്ലതുക്, നിൻ്റെ ഖിബ്ല ഏതാണ്? അല്ലേ? ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന കഅബാലയം, അതാണല്ലോ നമ്മളൊക്കെ മുഅ്മിനീങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന ഖിബ്ല. ആ ഖിബ്ലയാണ് നമ്മുടെ ഖിബ്ല. അപ്പോൾ ആ സമയത്ത് വിശ്വാസിയായ ഒരു മനുഷ്യൻ പറയും ഖിബ്ലതി അൽ കഅബ, കഅബയാണ് എൻ്റെ ഖിബ്ല. അത് മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകളുടെ ഒരുമയുടെ അടയാളമാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിമീങ്ങളും 5 വഖ്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരു നിമിഷം പോലും ബാക്കിയില്ലാതെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക അള്ളാഹുവിൻ്റെ ഭവനമാണ് കഅബ എന്നയാൾ മറുപടി പറയും. അങ്ങനെ 6ാമതായി മലക്കൾ വീണ്ടും ചോദിക്കും മൻ ഇമാമുക്, നിൻ്റെ മാർഗദർശി ആരായിരുന്നു? നമ്മൾ ആദ്യം ചോദിച്ചത് നിൻ്റെ കിതാബ് ഏതാണെന്നുള്ളതാണ്, അല്ലേ? 4 കിതാബുകളാണുള്ളത്, അതിലേതാണ് നീ അംഗീകരിക്കുന്നത്? പിന്നീട് ചോദിക്കുന്നത് നിൻ്റെ മാർഗദർശി ആരാണ്? നിനക്ക് എങ്ങനെ ജീവിക്കണം, എങ്ങനെ നിസ്കരിക്കണം, ആരെ പിന്തുടരണം, നീ എങ്ങനെ കല്യാണം കഴിക്കണം, ആരെ കല്യാണം കഴിക്കണം, നിൻ്റെ മരണം എങ്ങനെയായിരിക്കും, ആരാണ് നിൻ്റെ പ്രവാചകൻ, ഇതിനൊക്കെ കുറിച്ച് പറഞ്ഞു തന്ന നിൻ്റെ മാർഗദർശി ആരാണ്, നിൻ്റെ ഉസ്താദ് ആരാണ്? ആ സമയത്ത് മുഅ്മിനീങ്ങളായ മനുഷ്യൻ പറയും ഇമാമി അൽ ഖുർആൻ, എൻ്റെ മാർഗദർശി അത് പരിശുദ്ധ ഖുർആനാണ് എന്ന്. അങ്ങനെ മലക്കുകൾ വീണ്ടും അയാളോട് ചോദ്യം ചോദിക്കുകയാണ് മൻ ഇഖ്വാനുക്, നിൻ്റെ സഹോദരങ്ങൾ ആരാണ്? അല്ലേ? നീ ആരെയാണ് കൂട്ടുകാരായി തിരഞ്ഞെടുത്തിട്ടുള്ളത്? നാളെ സ്വർഗത്തിലേക്ക് നിൻ്റെ കൂടെ പോരുന്ന നിൻ്റെ കൂട്ടുകാരാരാണ് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ മറുപടി പറയും ഇഖ്വാനി അൽ മുഅ്മിനൂൻ, എൻ്റെ കൂടെയുണ്ടാകുന്ന എൻ്റെ കൂട്ടുകാർ വിശ്വാസികളാണ്, അല്ലേ? മുഅ്മിനീങ്ങളായ ആളുകളാണ്, നിസ്കരിക്കുന്ന സമയത്ത് കൂടെയുണ്ടായിരുന്നവർ, ഖബറിലേക്ക് എൻ്റെ ജനാസ വെച്ചപ്പോൾ എൻ്റെ കൂടെയുണ്ടായിരുന്നവർ, എനിക്ക് വേണ്ടി കരഞ്ഞവർ, എനിക്ക് വേണ്ടി ദുആ ഇരക്കുന്നവർ, എന്നെ സഹായിച്ചവർ. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും വിശ്വാസികളായതുകൊണ്ടാണ് എന്നല്ല, എൻ്റെ കൂടെയുണ്ടായിരുന്നവർ, ദീനിൻ്റെ കാര്യങ്ങളിൽ കൂടെയുണ്ടായിരുന്ന ആളുകൾ. ഇഖ്വാനി അൽ മുഅ്മിനൂൻ, വിശ്വാസികളാണ് എൻ്റെ കൂട്ടുകാർ. 8ാമത്തെ ചോദ്യമാണ് മാ ഹുജ്ജതുക്, നിൻ്റെ തെളിവെന്താണ്? നിൻ്റെ തെളിവെന്താണ്? നിൻ്റെ ലക്ഷ്യം എന്താണ്? നീ എന്തിനാണ് ഇത്രയും കാലം ജീവിച്ചത്? നിൻ്റെ കയ്യിലുള്ളത് എന്താണ്? അപ്പോൾ അദ്ദേഹം പറയും ഹുജ്ജതി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എൻ്റെ തെളിവ്, മുഹമ്മദുർ റസൂലുള്ളയാണ് എൻ്റെ തെളിവ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, വല്ലാത്ത ഒരു വാക്കാണ്, വാചകങ്ങളാണ്, ഇതാണ് എൻ്റെ തെളിവ് എന്ന് ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയും. പ്രിയമുള്ളവരെ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ 4 ചോദ്യങ്ങൾക്കും ഈ 8 ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി പറഞ്ഞു കൊടുക്കും. അപ്പോൾ മലക്കൾ അവനോട് പറയും നീ പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ നിൻ്റെ ഖബറിൽ ഉറങ്ങിക്കോളൂ എന്ന് അവനെ സന്തോഷത്തോടുകൂടെ ഖബറിൽ കിടത്തി ഉറക്കും. അവൻ ഖിയാമത്ത് നാൾ വരെ റാഹത്തോടുകൂടെ ആ ഖബറിൽ ജീവിക്കും. അള്ളാഹു നമുക്കൊക്കെ സന്തോഷമുള്ള ഖബർ ജീവിതം പ്രദാനം ചെയ്യട്ടെ. ഖബറിൽ വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.